ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രിങ് എടുക്കുക. ഈ സ്പ്രിങ്ങിന് എന്തൊക്കെ വെയിറ്റ് ഇടുന്നുണ്ടാവും നോക്കാം. ആദ്യം ഈ മാസ് കൊണ്ട് എന്താവും, ഇവിടെ ഒരു വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്താവും, ഇതൊരു കെ ഡെൽറ്റ മുകളിലേക്ക് വരും എന്നുവെച്ചാൽ ഈ വെയിറ്റിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി താഴേക്ക് ഞാൻ ആദ്യം ഇത് വെറുതെ നിൽക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യില്ലല്ലോ, ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇനേർഷ്യൽ ഫോഴ്സ് ഇപ്പുറത്തേക്കും ഉണ്ടാവും. ഇനേർഷ്യൽ ഫോഴ്സ് ഇത് സെക്കൻഡ് മൊഡ്യൂളാണ്. ഇനേർഷ്യൽ ഫോഴ്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്, അത് ഇട്ടുതരാം. തൽക്കാലം ഇങ്ങനെ വിചാരിക്കും ഇവിടെ ഇനീഷ്യൽ ഫോഴ്സ് ഉണ്ടാവും. ഇനി ഞാനിവിടെ വലിച്ചിടുന്ന കൊണ്ടും ഒരു സ്പ്രിങ്ങിന് ഒന്നും കൂടി ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു കെ എക്സും കൂടി ഉണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വെയിറ്റിങ് ഈക്വലാണ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് വന്ന ഫോഴ്സൊക്കെ ഇവിടെ എഴുതിയില്ലേ, എഫ് ഐ പ്ലസ് കെ ഡെൽറ്റ പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു, പിന്നെ ഡബ്ല്യു പ്ലസ് എഫ്. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്താക്കണം, ഈ എഫ് ഞാൻ കളയണം, എഫ് 0 ആയി. അതേപോലെ ഇവിടെ വെയിറ്റും ഇതും ഈക്വലാണ്, അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോയി. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും 0 ആയിപ്പോകും. കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ഈ ഫോഴ്സ് ഇങ്ങനെ സ്പ്രിങ് ഞാൻ വലിച്ചാൽ മാത്രം പോരാ, അത് വിട്ടാൽ മാത്രമേ ഇതിങ്ങനെ ആയി കളിക്കും. അപ്പം നമുക്ക് അവസാനം എന്താ കിട്ടും, എഫ് ഐ പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. എഫ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ആക്സിലറേഷൻ തന്നെയാണ്, അല്ല മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് എം ഇൻറ്റു എക്സ് ഡി മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവാണ്, ടൈം ഡെറിവേറ്റീവാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ. അപ്പം ഇങ്ങനെ എനിക്ക് എഴുതാൻ ഭയങ്കര മടിയായതുകൊണ്ട് നമുക്ക് എം എക്സ് 2 ഡോട്ട് കൊടുക്കുന്നു. ഒരു ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. എക്സ് 2 ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് തന്നെയാണ്. ഇനിയിപ്പോൾ എക്സ് 3 ഡോട്ടാണെങ്കിൽ ഡി എക്സ് ക്യൂബ് ബൈ ഡി ടി ക്യൂബ്. ഇത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ഇത് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്, ഇത് എന്ന് പറഞ്ഞാൽ ജെർക്കാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഞാനിവിടെ അതേപോലെ എഴുതാൻ പോകും, എം എക്സ് 2 ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ. ഇനി എസ് എച്ച് എമ്മിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്ത്, എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് എസ് എച്ച് എമ്മിൻ്റെ ഒരു ഇക്വേഷൻ. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിവിടെ എക്സിനെ മാത്രം ആക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം എന്ന് പറഞ്ഞാൽ എന്താവും, കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിൽക്കുമ്പോൾ എന്താവും, ഇവിടെ കെ ബൈ ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പോൾ കെ ബൈ എം എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയറാണ്. നാച്ചുറൽ ഇരിക്കുന്നുണ്ട്, ഇത് നാച്ചുറലേ. അപ്പോൾ ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് കെ ബൈ എം. ഇവിടെ നിന്നാണ് ആ ഇക്വേഷൻ.